മന്ത്രി മുഹമ്മദ് റിയാസും PV അൻവറും നേർക്കുനേർ എത്തുന്ന ബേപ്പൂർ മണ്ഡലം. ആരാകും ബേപ്പൂരിന്റെ സുൽത്താനാവുക? താൻ നിശ്ചയമായും വിജയിക്കുമെന്നാണ് ഇരുവരും അവകാശവാദം ഉന്നയിക്കുന്നത്. ആർക്കൊപ്പം നിൽക്കും ബേപ്പൂർ എന്നറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുമുണ്ട്. LDF മന്ത്രിയായ PA മുഹമ്മദ് റിയാസിനെ ഞെട്ടിച്ച് PV അൻവർ ബേപ്പൂരിൽ വിജയക്കൊടി പാറിക്കാനാണ് സാധ്യതയെന്നാണ് AI സൂചിപ്പിക്കുന്നത്. ചെറിയ മാറ്റമല്ല ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് ചുരുക്കം. കണ്ണൂർ ജില്ലയിലെ പേരാവൂരാണ്. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായ സണ്ണി ജോസഫും CPMലെ ജനകീയ മുഖമായ KK ശൈലജയും ഏറ്റുമുട്ടുമ്പോൾ ഫലം ആർക്കൊപ്പം നിൽക്കുമെന്നറിയാൻ എല്ലാവർക്കും കൗതുകമുണ്ട്. KK ശൈലജ ഇവിടെ കടുത്ത വെല്ലുവിളി ഉയർത്തുന്നു എങ്കിൽ പോലും സിറ്റിംഗ് MLA കൂടിയായ സണ്ണി ജോസഫിലൂടെ കണ്ണൂരിലെ ഈ A ക്ലാസ് മണ്ഡലം UDF കാക്കുമെന്നാണ് പ്രവചനം. ഇനി മറ്റൊരു മണ്ഡലം കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയാണ്. LDF കൺവീനർ TP രാമകൃഷ്ണനും യൂത്ത് ലീഗിന്റെ യുവരക്തം ഫാത്തിമ തെഹ്ലിയയും നേർക്കുനേർ വരുന്ന പോരാട്ടം. പരമ്പരാഗത ജെൻസി വോട്ടുകളുടെ ബലത്തിൽ ഫാത്തിമ തെഹ്ലിയ വിജയിക്കുമെന്ന് ലീഗും UDFും ഒരുപോലെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ CPMന്റെ കരുത്തനായ TP രാമകൃഷ്ണൻ ഇത്തവണയും പേരാമ്പ്രയിൽ ചെങ്കൊടി പാറിക്കുമെന്ന് AI പ്രവചിക്കുന്നു.